ഹ്യൂമൻ റൈറ്റ്സ് വെൽഫെയർ കൗൺസിൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിച്ചു. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ബാലരാമപുരം വഴിമുക്കിൽ മഹദി മർഹുമ ജുബൈരിയ നഗറിൽ ഹ്യൂമൻ റൈറ്റ്സ് വെൽഫെയർ കൗൺസിൽ രജിസ്ട്രേഡ് ഓഫീസിൽ വെച്ചാണ് പുതിയ കമ്മിറ്റി രൂപീകരണം നടന്നത്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കും മാതൃകയാകും തരത്തിൽ സംഘടനയിൽ പ്രവർത്തന മികവിനെ കരുത്താർജിക്കുന്ന, നാടിന് ആശ്രയമായിരിക്കുന്ന ഭാരവാഹികളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. യോഗത്തിൽ ജമാഅത്ത് കൗൺസിൽ നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം അബ്ദുൽ കലാം മിസ്ബാഹി പ്രാർത്ഥന നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് വെൽഫെയർ കൗൺസിൽ ഫൗണ്ടർ ഡോക്ടർ എ അഷ്റഫ് അധ്യക്ഷനായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വെൽഫെയർ കൗൺസിൽ ദേശീയ ചെയർമാൻ വെഞ്ഞാറമൂട് MS ഷാജി ഉദ്ഘാടനം ചെയ്തു. സദസ്സിൽ നിറസാന്നിധ്യമായി മുൻ നെയ്യാറ്റിൻകര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സാദത്ത്, ഡോക്ടർ NB സുരേഷ് കുമാർ എന്നിവർ മുഖ്യാതിഥിയായി. ഹ്യൂമൻ റൈറ്റ്സ് വെൽഫെയർ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ LT ശിവബാലൻ PS, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ A താജുദ്ദീൻ പുഴനാട്, സംസ്ഥാന ട്രഷററായ ഡോക്ടർ ആമീർ അബൂബക്കർ കണ്ണൂരിനെയും തിരഞ്ഞെടുത്തു. ഡോക്ടർ N ഷംസുദ്ദീൻ ഹാജി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഹുമയൂൺ കബീർ, ജമാഅത്ത് കൗൺസിൽ കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഗഫൂർ, ഡോക്ടർ നസീർ നെടുമങ്ങാട്, ഡോക്ടർ റഹീം ഭൂവത്തിൽ ആലപ്പുഴ, ഡോക്ടർ അരൂഷ് കോട്ടൂർ, ഡോക്ടർ T സജിത മലപ്പുറം, ഗഫൂർ വെണ്ണിയൂർ വയനാട്, ഷഹീർ മാഷ് ബാലരാമപുരം, ഡോക്ടർ മഷൂഖ്, അബ്ദുൾ വാഹിദ് വൈദ്യർ മസ്കറ്റ്, അബ്ദുൾ സൂജ ജില്ലാ സെക്രട്ടറി ഖാദർ പൂവാർ, ഡോക്ടർ ഷാജഹാൻ വിഴിഞ്ഞം എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സംഘടനയുടെ മീഡിയ കോർഡിനേറ്ററായ ഡോക്ടർ നന്ദകുമാർ, ഡോക്ടർ M അബ്ദുൽ കലാം മിസ്ബാഹി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. വരും ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലെ കമ്മിറ്റി രൂപീകരണത്തിനും മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കുമുള്ള തയ്യാറെടുപ്പുകൾക്ക് കമ്മിറ്റി രൂപരേഖ തയ്യാറാക്കി. രാവിലെ 10:30 ആരംഭിച്ച യോഗം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. 49 കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ഇന്ന് അത് നാഷണൽ ലെവലിൽ നാം ചെയ്തിട്ടുള്ളത് ഒരു സൊസൈറ്റി ആയിട്ടോ ഒരു ട്രസ്റ്റായിട്ടോ അല്ല. ഇന്ന് നാം ഇതിൻ്റെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത് കമ്പനി രജിസ്ട്രേഷനാണ്. കമ്പനി രജിസ്ട്രേഷൻ പറഞ്ഞ സമയത്ത് NGO LLP ആണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ മതിയും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിൽ ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ഒരു രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് നാം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അതിനെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇപ്പോൾ സേവനം 8 വർഷം കൊണ്ട് ഒത്തിരി മികവിൻ്റെ ഭാഗമായി മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ട് അത് അവർ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ഇതര നമ്മളെ സഹോദര സംഘടന സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർക്കും പ്രയോജനപ്പെടുന്നുള്ള രീതിയിൽ ജമാഅത്ത് കൗൺസിൽ 100% മുസ്ലിം സഹോദരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റർ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സിൽ 60% ഹൈന്ദവ ക്രിസ്ത്യൻ സഹോദരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും 40% മുസ്ലിം സഹോദരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും അതിൽ സ്ത്രീകളും പുരുഷന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും തുല്യാവകാശം സ്ത്രീകൾക്കും നൽകിക്കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബൈല നികത്തിക്കൊണ്ട് തന്നെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ഈ രജിസ്ട്രേഷന് വേണ്ടി ചെന്നൈയിൽ എൻ്റെ കൂടെ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തികളിൽ മൊത്തം 5 പേരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിൽ 2 പേർ ഇപ്പോൾ ഈ വേദിയിൽ തന്നെ ഉണ്ട്. ഒന്ന് നമ്മളുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ കിന്നസ് അരുജി സാറും അതുപോലെ തന്നെ കണ്ണൂരിലുള്ള നമ്മളുടെ അമീർ അബൂബക്കർ സാർ 2 പേരിലുണ്ട്. ബാക്കി 2 പേർ ചെന്നൈയിലുള്ളവരാണ്. മൊത്തം 5 പേരാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഭാഗമായിട്ട് ഇന്ന് മുന്നിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ 8 വർഷക്കാലം ആയി ഈ സംഘടന നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അത് അക്കമിട്ട് അതിനെ ഒരു അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഓരോ വർഷവും മാഗസീൻ പോലെ അടിച്ചിറക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കിയാൽ കാണാൻ കഴിയും. രോഗബാധിച്ച് കിടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ ധനസഹായം, അതുപോലെ തന്നെ നിർധനരായ ആളുകൾക്ക് വീൽ ചെയർ അടക്കമുള്ള സൗകര്യങ്ങൾ, മെഡിസിൻ എത്തിച്ചു കൊടുക്കൽ, അതുപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിവൃത്തിയില്ലാത്ത സ്കൂളുകളിലേക്ക് അവർക്ക് പഠന സൗകര്യത്തിനാവശ്യമായ പഠന ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കൽ തുടങ്ങി വൃദ്ധജനങ്ങളെ സംരക്ഷിക്കൽ, ഇതിനെല്ലാം ഉപരി 6ഓളം ആളുകൾക്ക്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള 6ഓളം ആളുകൾക്ക് തലചായ്ക്കാനിടം, ഒരു വീട് എന്ന് പറയുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്
നേതൃത്വം നൽകിയൊരു പ്രസ്ഥാനമാണ് ജമാഅത്ത് കൗൺസിൽ. വളരെ അഭിമാനപൂർവ്വം 5 വർഷം ഞാൻ ഈ പ്രദേശത്തിൻ്റെ ഒരു കൗൺസിലറായിരുന്നു. എന്നെ അന്ന് പരിഗണിച്ച അതേ രീതിയിലാണ് ജമാഅത്ത് കൗൺസിൽ പരിഗണിക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു അധികാര സ്ഥാനത്ത് നിന്ന് മാറിക്കഴിയുമ്പോൾ ഉദ്ഘാടകനായും ആശംസാ പ്രസംഗകനായും അധ്യക്ഷനായും ഒക്കെ നമ്മൾ ഒരുപാട് വേദികളിൽ പോകും. പക്ഷെ നമ്മുടെ അധികാരം നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് പതുക്കെ പതുക്കെ ചുരുങ്ങിച്ചിരിക്കും. പക്ഷേ ജമാഅത്ത് കൗൺസിൽ ആ പ്രാധാന്യം ഒട്ടും കുറയാതെ എന്നെ പരിഗണിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വെൽഫെയർ കൗൺസിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിതെല്ലാം പറയുമ്പോൾ ഞാൻ എപ്പോൾ സംസാരിച്ചാലും രാഷ്ട്രീയം അതിനകത്ത് വന്നു പോകും. കാരണം എന്താണ് മനുഷ്യാവകാശങ്ങൾ? മനുഷ്യാവകാശങ്ങൾക്ക് മേൽ കടന്നു കയറിയിരിക്കുന്ന കരിനിഴൽ എന്താണ് എന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വെൽഫെയർ കൗൺസിൽ രൂപീകൃതമാകുന്നതും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതും. അതിൻ്റെ പിന്നിൽ ഡോക്ടർ അഷ്റഫ് എന്ന മനുഷ്യൻ്റെ അശ്രാന്തമായ പരിശ്രമം നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഇടയ്ക്ക് കുറേ പരിപാടികളിൽ ഞാൻ ലേറ്റായി വരുന്നതുകൊണ്ട് ആമുഖ പ്രസംഗങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഡോക്ടർ അഷ്റഫിൻ്റെ ആമുഖ പ്രസംഗത്തിൽ ഒരു ആധികാരികത ഉണ്ട്, പഴയതുപോലെ അല്ല. കാരണം വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് ഈ സംഘടനയെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എത്തിച്ചു എന്ന് മാത്രമല്ല, ജമാഅത്ത് കൗൺസിലിൻ്റെ പോഷക സംഘടനകളിൽ ഒന്നായിട്ട് ഇന്നിവിടെ ഹ്യൂമൻ റൈറ്റ്സ് വെൽഫെയർ കൗൺസിൽ രൂപീകരിക്കുക കൂടെ ചെയ്യുകയാണ്. സത്യത്തിൽ ജമാഅത്ത് കൗൺസിലിൻ്റെ പോഷക സംഘടന എന്ന് പറഞ്ഞ് അതിനെ കുറച്ച് കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും അതിന് പോരാടിയവരെ കുറിച്ചും അവരനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചുമൊക്കെ ഡോക്ടർ സാദത്ത് ഇവിടെ പറയുകയുണ്ടായി. വളരെ ആധികാരികതയോടുകൂടി പല വിഷയങ്ങളിലും ഇടപെടുവാനും ജനങ്ങളുടെ മുമ്പിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും പറ്റുന്ന ഒരു സംഘടനയാണ് ഇന്ന് അദ്ദേഹം രജിസ്റ്റർ ചെയ്തത്. അദ്ദേഹം രജിസ്ട്രേഷൻ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി എന്നാണ് അദ്ദേഹവുമായി ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. തീർച്ചയായിട്ടും അതിന് നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ, അതാത് അവരവർക്ക് തരുന്ന സ്ഥാനം അവരവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സംഘടന ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സും ഒരേ ശക്തിയോട് കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ ഈ ഒരു പരിപാടി നമുക്ക് കൂടുതൽ 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 മികവിലേക്ക് എത്താൻ കഴിയും. ഞാനൊരു സംഘടനയിലും പ്രവർത്തിച്ചിരുന്ന ഒരാളല്ല. ഞാൻ കേവലം നിലമ്പൂരിൽ നിന്നുള്ള അവിടുത്തെ മലപ്പുറം ജില്ലയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നാഷണൽ തലത്തിൽ വരെ, അതായത് പിന്നെ ഇലക്ഷൻ സംവരണത്തിൽ മാറ്റം വരുത്തിയൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ. ആ ഒരു വ്യക്തിയാണ് ഞാൻ. നിലമ്പൂർ കേവലം ഒരു വീടിനുള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ അവരെന്നെ കൊണ്ട് ഇവിടം വരെ, ഈ ഒരു സാറിൻ്റെ കീഴിൽ, അഷ്റഫ് സാറിൻ്റെ കീഴിൽ ഇവിടം വരെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ, തീർച്ചയായിട്ടും ഒരുപാട് അഫിലിയേഷൻ ഉള്ള ഈ ഒരു സംഘടനയുടെ കീഴിൽ എന്നെ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതായത് ഞാൻ അടങ്ങുന്ന നമ്മുടെ ഈ ഒരു സംഘടനയ്ക്ക് ഗ്ലോബൽ തലത്തിൽ തന്നെ നമുക്ക് എത്തിപ്പെടാൻ കഴിയും. മാത്രമല്ല ഈ ഒരു സംഘടനയ്ക്ക് എല്ലാവിധ, എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറഞ്ഞാൽ നാഷണൽ തലത്തിലാണ് എനിക്കൊരു പോസ്റ്റ് തന്നിട്ടുള്ളത്. ആ പോസ്റ്റിൽ എന്താണോ എനിക്ക് തന്നിട്ടുള്ള ദൗത്യം, എന്താണോ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ 100-ൽ 100 കൃത്യമായും സത്യസന്ധതയോടും കൂടി നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങളോട് ഞാൻ ഉറപ്പ് തരുന്നു. മാത്രമല്ല നമ്മുടെ സംഘടന ഒരുപാട് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു.